വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 അതിൻ്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ അവൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ലെറ്റർ ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ തിരുവചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള സകല പുസ്തകങ്ങളും ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണ്. നമ്മൾ ദൈവശാസ്ത്രീയത എന്ന് അതിനെ പ്രസ്താവിക്കാറുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് യേശു പറയുന്നു, ഞാൻ ദൂതൻ്റെ കൈ കൊടുത്ത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജനത്തോട് നേരിട്ട് പറയുന്നു യോഹന്നാൻ മുഖാന്തരം എന്നരുളി ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിൽ കാണുന്ന പല പദങ്ങളും ഇപ്പം റെഡ് കളറിൽ യേശു പറഞ്ഞ് എഴുതിയിരിക്കുന്ന പുസ്തകത്തിലൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്കുള്ള ലേഖനമൊക്കെ എഴുതുന്നത് റെഡ് കളറിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ യേശു തന്നെ നേരിട്ട് പറയുകയാണ്. ഇപ്പം സുവിശേഷങ്ങളിലൊക്കെ യേശു നേരിട്ട് പറയുന്ന കാര്യങ്ങൾ റെഡ് ലെറ്ററിൽ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടും തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 2-3 അധ്യായങ്ങളിലെ സഭയ്ക്കുള്ള ദൂത്, അതുപോലെ 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ, ഇതെല്ലാം റെഡ് ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം യേശു നേരിട്ട് കൊടുക്കുന്ന ദൈവശാസ്ത്രീയത അല്ലെ ദൈവാത്മ പ്രേരണയാലുള്ളതും നേരിട്ട് പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്ത് പറഞ്ഞെഴുതിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം ദൈവാത്മാ പ്രേരണയോടാണെങ്കിലും പ്രേക്ഷിച്ചുള്ളൂ. അപ്പോൾ യേശുവിന് നേരിട്ട് ചിലത് പറയാനുണ്ട്. അതാണ് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ കാണുന്നത്. അതിൽ 7 സഭകൾക്ക്, അത് 7 സഭകളും നമ്മൾ കാണുന്നത് ഏഷ്യ മൈനറിലുള്ള സഭകളാണ്. ഇന്നത്തെ ടർക്കിയിലുണ്ടായിരുന്ന സഭകളാണത്. ടർക്കിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിരുന്ന സഭകളാണ് അത് എന്ന് നമുക്ക് മനസ്സിലാകും. എഫെസസ് സഭ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റ് അപ്പോസ്തലന്മാരാണെങ്കിലും അത് തുടർമാനം അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ യോഹന്നാൻ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ നേരിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു സഭയാണ് ഈ സഭ, എഫെസസിലെ സഭ. എഫെസസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഒരു ഹൈവേയുടെ അടുത്താണ്. അത് വലിയ ധനാഢ്യരുടെ ഒരു പട്ടണമായിരുന്നു. വളരെ റോമാക്കാരുടെ ബിസിനസ് വളരെയധികം നടക്കുന്ന ഒരു പട്ടണമായിരുന്നു. അതുപോലെ ഒരു തുറമുഖ പട്ടണമായിരുന്നു എന്ന് മാത്രമല്ല, പല കാരണങ്ങളാൽ അത് വീണ്ടും പ്രസിദ്ധമായിരുന്നു. ആ കാലത്തെ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന മഹാത്ഭുതങ്ങളിലൊന്നായി അന്നറിയപ്പെട്ടിരുന്ന അർത്തിമോസ് ദേവിയുടെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് താജ്മഹൽ എന്നൊക്കെ പറയുന്നത് പോലെ അർത്തിമീസ് ദേവിയുടെ ഒരു മഹാക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ഇത് സമ്പന്നരുടെ നാടായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. അവിടെയാണ് ഈ സഭ. ഈ സഭ എങ്ങനെ ആരംഭിച്ചു എന്ന് നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ 19-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ചൊരു സൂചനയുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 1 to 6. 19.
ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം മാത്രമേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശു വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശു നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാവരും കൂടി 12 ആയിരുന്നു. അപ്പോൾ 12 പേരോടുകൂടി തുടങ്ങിയ ഒരു സഭയാണിത്. ഈ സഭയ്ക്ക് പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലുമില്ല. അവരാദ്യമായിട്ട് കൂടുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പൗലോസ് ചോദിക്കുക, ഇപ്പം നിങ്ങൾ ഈ യേശുവിലുള്ള വിശ്വാസമൊക്കെ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ടുമില്ല, ഇതെന്തോ പറ്റി? കാരണം സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്, പിന്നെ എന്തോ സ്നാനമാണ് നിങ്ങളായിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ സ്നാപയോഹന്നാൻ്റെ സ്നാനമായിട്ട്, മാനസാന്തരത്തിനായിട്ടുള്ള സ്നാനം സ്നാപയോഹന്നാൻ കൊടുത്തിരുന്നു. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ഈ യോഹന്നാൻ സ്നാപകം പഠിപ്പിച്ച് മാനസാന്തരത്തിലേക്ക് നടത്തുകയും സ്നാനപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്ത ആളുകളുണ്ട് പലയിടങ്ങളിലും. അങ്ങനെയുള്ള ഒരു കൂട്ടർ ഈ എഫേസൂസിലുണ്ടായിരുന്നു. ആ എഫേസൂസിലുള്ളവർ എനിക്ക് പിന്നാലെ വരുന്നു, അവനാണ് മശിഹ എന്ന് യോഹന്നാൻ പഠിപ്പിച്ചത് അറിയാം. അതുകൊണ്ട് ഒരു പ്രത്യേക സെക്റ്റായിട്ട് അവർ യഹൂദ മതത്തിൽ തന്നെ മാറി നിന്നു. എന്നാൽ അവരൊരു വേർപാട് പാലിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇവരൊരു ക്രിസ്തുവിനെ അറിയാം, ഇങ്ങനൊരു കൂട്ടർ. അപ്പോഴാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ? ഇല്ല. അപ്പോൾ എന്തായിരുന്നു സ്നാനം? അപ്പോൾ പറഞ്ഞ്, ഞങ്ങളെ യോഹന്നാൻ്റെ ആണ് സ്നാനപ്പെടുത്തിയത്, അല്ലെ ആ സ്നാനമാണ്. അപ്പോൾ യേശു പറഞ്ഞു, അങ്ങനല്ല, കർത്താവ് പഠിപ്പിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരിലേക്ക് സെഹ്യോൻ മാളികയിൽ വന്നിറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിവാസം ഉണ്ടാവുകയും ചെയ്തു. ആത്മനിറവുള്ളവരായ ഒരു കൂട്ടമായി അവർ ആരംഭിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ 20-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇങ്ങനെ കർത്താവിൻ്റെ പരന്ന് പ്രബലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ 12 പേരാൽ തുടങ്ങിയ സഭ പ്രബലമായി മുന്നേറി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള തുടങ്ങിയ ഒരു സഭയാണ് എഫേസൂസിലെ സഭ. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ള ഈ യോഹന്നാൻ്റെ വെളിപ്പാടിൽ ഉള്ള ഈ സഭകളെല്ലാം കൂടെ 7 സഭകളെയാണ് പറയുന്നത്. ഒന്നാമത് എഫേസൂസ്, രണ്ടാമത് സ്മിർന, മൂന്നാമത് പെർഗമോസ്, നാലാമത് തുദൈര, അഞ്ചാമത് സർദീസ്, ആറാമത് ഫിലദൽഫിയ, ഏഴാമത് ലബോദിസിയ ലബോദിക്യ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇങ്ങനെയുള്ള 7 സഭകൾ. വേദശാസ്ത്ര പഠിതാക്കളൊക്കെ പല അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 7 സഭ അതിനെ സ്പെഷ്യലായിട്ട് ആ സഭകളായിട്ട് തന്നെ ചിത്രീകരിക്കുമ്പോൾ ഇതിനെ സഭയുടെ 7 കാലഘട്ടമായിട്ട് ചിത്രീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ AD 70 യേശുവിൻ്റെ പ്രചാര ശുശ്രൂഷ തുടങ്ങിയത് തൊട്ട് AD 100 വരെ ഉള്ള അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലം. ഏതാണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ 100-ാം വയസ്സിൽ അല്ലെങ്കിൽ AD 100-നോടടുത്ത് മരിക്കുന്നു. അതുവരെയുള്ള കാലഘട്ടമാണ് ഈ എഫേസൂസിലെ സഭയുടെ കാലഘട്ടമെന്നും, രണ്ടാമത്തെ സഭയായ സ്മുർണ സഭ AD 100-നും 313-നും ഇടയിലുള്ള കാലഘട്ടമാണെന്നും, അല്ലെങ്കിൽ പെർസിക്യൂഷൻ നടന്ന കാലഘട്ടം അതാണ് എന്നും. അതുപോലെ മൂന്നാമത്തേത് പെർഗമോസ് AD 313 മുതൽ AD 590 വരെയുള്ള ഈ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി സ്റ്റേറ്റിൻ്റെ സഭയായിട്ട് അല്ലെങ്കിൽ മതമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിച്ചതിന് ശേഷമുള്ള ആ ഏജാണെന്നും. അതുപോലെ AD 590 മുതൽ 1517 വരെയുള്ളത് പേപ്പൽ സഭ അല്ലെങ്കിൽ പേപ്പൽ ചർച്ചേജ്, പാപ്പാ മതത്തിൻ്റെ പ്രചാരം നടന്ന കാലഘട്ടമാണെന്നും. അതുപോലെ 1517 മാർട്ടിൻ ലൂതർ രംഗത്ത് വരുന്നത്. ആ കാലം തൊട്ട് 1730 വരെയുള്ള സമയം റെഫർമേഷൻ്റെ സമയമാണെന്നും. അതുപോലെ 1730 മുതൽ 1900 ആ കാലഘട്ടം മിഷണറി കാലഘട്ടമാണെന്നും. അതാണ് ഫിലദൽഫിയ ചർച്ചിൻ്റെ കാലഘട്ടം.
അതുപോലെ ലവോദിഷ്യൻ സഭയുടെ കാലഘട്ടമായിട്ട് 1900 തൊട്ട് ഇപ്പോഴുള്ള ഈ അപ്പോസ്റ്റേറ്റ് അല്ലെങ്കിൽ പിന്മാറ്റാവസ്ഥയിലേക്ക് പോയിരിക്കുന്ന സഭയുടെ കാലഘട്ടമാണെന്നും പഠിപ്പിക്കുന്ന ഒരു കണക്കുണ്ട്. അത് കർത്താവിൻ്റെ വരവ് വരെ തുടരുന്ന ഒരു സഭയാണ് ഈ ലവോദിക്കിയ സഭാകാലം എന്ന് പറഞ്ഞാൽ പിന്മാറ്റക്കാർ ഉണ്ട്. ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ല, എനിക്കെല്ലാം കാണാം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവിന് പറയാനുള്ളത്, നീ അന്ധനാണ്, അതുകൊണ്ട് നിൻ്റെ കണ്ണ് കാണേണ്ടതിന് നീ ലേപമൊക്കെ എഴുതിക്കൂ, മരുന്ന് ഉപയോഗിച്ചു കണ്ണ് കാഴ്ച ലഭിപ്പാൻ. നീ നല്ല വസ്ത്രം ധരിക്കണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ നീ നഗ്നനാണ്, നീ അരിഷ്ടനാണ്, നിനക്കിതൊക്കെ ഉണ്ടെന്നാണ്, നീ സമ്പന്നനാണെന്നാണ് നിൻ്റെ ആ ചിന്താഗതി. പക്ഷേ നിനക്കിതൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതാണ് ലവോദിക്കിയ ഈ പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഞാനതിനെ എപ്പോഴും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏത് കാലഘട്ടത്തിലുള്ള സഭയുടെ ഒരു ബൈസെക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ ഒരു ബൈസെക്റ്റ് ചെയ്താൽ അതിനെ ഒരു സെല്ല് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ച് പരീക്ഷിക്കുന്നത് പോലെ പരീക്ഷിച്ചാൽ കാണാവുന്ന കാര്യങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ കാണത്തില്ല, എന്നാൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണാവുന്ന പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു സെല്ലിലുള്ള ന്യൂക്ലിയസോ അല്ലെങ്കിൽ അതിലുള്ള മൈറ്റോകോൺട്രിയ ഇതൊന്നും നമുക്ക് നഗ്ന നയനങ്ങളാൽ ദൃശ്യഭവിക്കുന്നില്ല, മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ കാണാം. എന്ന് പറഞ്ഞതുപോലെ ഏത് കാലഘട്ടത്തിലുമുള്ള സഭയെ ഒന്ന് ബൈസെക്റ്റ് ചെയ്ത് നോക്കിയാൽ എല്ലാ കാലഘട്ടത്തിലും ഈ പറഞ്ഞ സ്വഭാവമുള്ളവരെല്ലാം ഉണ്ട്. 1-ാം നൂറ്റാണ്ടിലായാലും എല്ലാവരും അങ്ങ് പരിശുദ്ധന്മാരായിരുന്നു എന്ന് പറയാനൊക്കത്തില്ല. അവിടെയും താഴ്ച വീഴ്ചകളൊക്കെ ഉള്ളവരുണ്ടായിരുന്നു, അപ്പോസ്തോലിക കാലത്ത് പോലും. എല്ലാ കാലഘട്ടത്തിലും ഉള്ള ആളുകളുടെ ഒരു ബൈസെക്ഷൻ, ആ ബൈസെക്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു നമ്മൾ അതിനെ എക്സാം ചെയ്താൽ, ക്ലോസ് എക്സാം ചെയ്താൽ എല്ലാ കാലഘട്ടത്തിലും ഇതേ സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് 7 സഭയ്ക്കുള്ള ദൂതിലൂടെ കറക്ഷൻ. സഭയ്ക്ക് എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്? കാരണം അത് എഴുതി തീർക്കുന്ന എങ്ങനെയാണ്? ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓരോ സഭയ്ക്കും എഴുതുന്ന ആ ലെറ്റർ ചെവിയുള്ളവൻ കേൾക്കുന്നവനെല്ലാം അത് കേട്ട് ശോധന ചെയ്യണം, എന്നിൽ എന്താണ് കറക്ഷൻ ആവശ്യം, അത് കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രബോധനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ സമയ ദൈർഘ്യത്താൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ പല കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചു. അതായത് ഈ പേപ്പൽ ഭരണകാലത്ത് എന്ന് പറഞ്ഞാൽ പാപ്പമാരിൽ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് പല കാര്യങ്ങളും സഭ 1 തൊട്ട് 3-ാം നൂറ്റാണ്ട് വരെ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും കടന്നു വന്നു. ഒന്നാമതായിട്ട് AD 300 മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആദ്യമായിട്ട് ഈ സഭയിൽ കയറി വരുന്നത്. AD 300 വരെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നില്ല. എന്നാൽ AD 300 അത് രംഗപ്രവേശം ചെയ്തു. AD 300 വരെ ക്രൂശിൻ്റെ ചിഹ്നം സഭ ഏറ്റിരുന്നില്ല. കോൺസ്റ്റന്റൈൻ അത് ഉപയോഗിക്കുകയും യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും സഭ ഒരു എംബ്ലമായി ക്രൂശിനെ എടുത്തത് AD 300 AD 375 പേപ്പ മതത്തിലെ ഈ വിശുദ്ധന്മാരെ ആരാധിക്കുക എന്നുള്ള സംഗതി രംഗപ്രവേശം ചെയ്തത്. അതുപോലെ 394 കർത്തൃമേശയെ ദിവ്യബലി എന്ന് പറയാൻ തുടങ്ങിയത്. കർത്തൃമേശ കർത്താവിൻ്റെ മേശയുടെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്നാണ് 394 വരെ പഠിപ്പിച്ചിരുന്നതെങ്കിൽ അത് ദിവ്യബലിയായി പേരിട്ടുകൊണ്ട് 394 മാറി. അപ്പോൾ അന്നേരം അതിൻ്റെ പഠിപ്പിക്കൽ ഇത് സാക്ഷാൽ യേശുവിൻ്റെ ശരീരവും സാക്ഷാൽ യേശുവിൻ്റെ രക്തവുമായി മാറുന്നു എന്നുള്ള പഠിപ്പിക്കലാണ് ദിവ്യബലിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 394 വരെ അങ്ങനെയുള്ള പഠിപ്പിക്കലുണ്ടായിരുന്നില്ല. AD 431 മറിയോടുള്ള പ്രാർത്ഥന ആദ്യമായിട്ട് ആരംഭിച്ചത്. അത് 431 വരെ അതുണ്ടായിരുന്നില്ല. AD 500 പുരോഹിത വേഷം രംഗപ്രവേശം ചെയ്തത്. AD 500 വരെ പുരോഹിതന്മാർക്കൊരു പ്രത്യേക വേഷം വിധാനം ഉണ്ടായിരുന്നില്ല. എന്നാ പറഞ്ഞാൽ സഭയെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രത്യേക ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നില്ല. 526 തൈലാഭിഷേകം തുടങ്ങിയത്. അതുപോലെ 593 ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പർഗ്രേറ്ററി എന്നുള്ള പഠിപ്പിക്കൽ വന്നത്. അഥവാ മരിച്ചവരുടെ ആത്മാക്കളെ ശോധന ചെയ്യുന്നൊരു സ്ഥലമുണ്ടെന്നും അങ്ങനെ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം അവരെ പാരഡൈസിലേക്ക് എത്തിക്കുന്നു എന്നുള്ള പഠിപ്പിക്കലാണ് കത്തോലിക്ക സഭ പർഗേറ്ററിയിലൂടെ നൽകുന്ന ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ. ഇത് സഭയ്ക്ക് അന്യമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സഭയിൽ 3-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നീ കണ്ടത് എന്ന് പറയുന്നു. നീ കണ്ടതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതും എഴുതുക. കണ്ടത് എന്താണ്?
അപ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ 13 തൊട്ട് ഇങ്ങനെ വായിക്കുന്നു. ഈ ശബ്ദം കേട്ടു. ശബ്ദം കേട്ടിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ ഒന്ന് പുറമോട്ട് തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകെച്ച കെട്ടിയവനായി മനുഷ്യനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവാഴ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ്റെ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയുമായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നു, നോക്കി ശബ്ദങ്ങൾ ഉപയോഗിക്കണം. യേശു തന്നെക്കുറിച്ച് പറയുക. അപ്പം തൻ്റെ കൂടെ മാറത്ത് ചാരി ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആളാണ് ലാസ്റ്റ് സപ്പറിൽ യോഹന്നാൻ. ആ യോഹന്നാനാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ആ ശോഭയേറിയ ആ സാന്നിധ്യം ഇപ്പോൾ കാണുകയാണ്, ആ കാണുന്ന ദർശനം. അപ്പോൾ ആ ശബ്ദം, യേശുവിൻ്റെ ശബ്ദം പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമെന്ന് യഹോവയാം ദൈവമല്ലാതെ ആരും പ്രസ്താവിച്ചിട്ടില്ല. ഉയർത്തെഴുന്നേറ്റ് യേശു പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. എന്നിട്ടത് വിശദീകരിക്കുകയാണ്. യേശു തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. സഭയുടെ ദൂതനെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് സഭയെ നയിക്കുന്ന ആൾ ആരാന്ന് വെച്ചാൽ അവർ എന്ന് പറഞ്ഞാൽ സഭയുടെ ദൂതൻ സഭയെ നയിക്കുന്ന ആൾ, അല്ലെ സഭയ്ക്ക് സന്ദേശം നൽകുന്ന ആൾ, സന്ദേശവാഹകനാണ് ദൂതൻ. അപ്പോൾ സഭയ്ക്ക് സന്ദേശം കൊടുക്കുന്ന ആളിനെ ഇവിടെ ദൂതനെന്ന് പറയുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. യേശുവിൻ്റെ മഹത്വമേറിയ ശോഭയേറിയ ആ അവസ്ഥ. ഞാൻ ആൽഫയാണ്, ഞാൻ ആദ്യമാണ്. അപ്പം ആദിയിൽ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ആദിയിൽ ഉണ്ടായിരുന്നു. ആദിയിൽ ഉണ്ടായി വന്നതല്ല, ആദിയിൽ ഉണ്ടായിരുന്നവൻ, അവസാനമില്ലാത്തവൻ, ആൽഫ ഒമേഗ, ആദ്യൻ അന്ത്യൻ ആണ് എന്നുള്ള തൻ്റെ ദിവ്യത്വം, താൻ ആരാണ്, താൻ ജീവനുള്ള ദൈവമായ യഹോവ തന്നെയാണ് എന്നുള്ള ആ യഥാർത്ഥമായ പഠിപ്പിക്കൽ യേശു തന്നെ അവരോട് കൊടുക്കുകയാണ്. എന്നിട്ടാണ് എഫെസ്യ സഭയ്ക്കുള്ള ദൂത് താൻ യേശു കൈമാറുന്നത്. പ്രൈസ് ദ ലോർഡ്. അവിടെ ഈ സഭയുടെ കുറ്റമൊന്നും ആദ്യം പറയുന്നില്ല. നമ്മളവിടെ നോക്കിയ ആദ്യം അവിടെ വായിക്കുന്നിടത്തെല്ലാം സഭയുടെ ഗുണങ്ങളാണ് പറയുന്നത്. ഒന്ന് വായിച്ചോട്ടെ. പിന്നെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 തൊട്ട്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പം നോക്കി അവിടെ എല്ലാം ഗുണങ്ങളാണ് പറയുന്നത്. നിനക്ക് യു ഡോണ്ട് ഗ്രോൺ വിയറി എന്ന് പറഞ്ഞാൽ നീ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ നീ തളർന്നു പോകാതെ അധ്വാനിക്കുക. അത് നിൻ്റെ ഒരു സ്വഭാവമാണ്, അതൊരു നല്ല ക്വാളിറ്റിയാണ്. യു കനോട്ട് ടോളറേറ്റ് ദ വിക്കഡ് പീപ്പിൾ. ഈ ദുഷ്ടന്മാരെ നിനക്ക് സഹിച്ചുകൂടാ, അതവിടെ പറയുകയാണ്. അപ്പോൾ അവിടെ പാപത്തിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, പാപത്തോട് ടോളറൻറ്റ് അല്ലെങ്കിൽ അതിനോട് ഇഴചേരുന്നില്ല, അതിനെ അംഗീകരിക്കാത്ത ഒരു പ്രകൃതം നിനക്കുണ്ട്. മറ്റുള്ളവരെ വിധിക്കുകയല്ല, പക്ഷെ നീ പാപത്തോട് ഇണചേരുന്നില്ല, നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നീട് അവിടെ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തോലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് കള്ള അപ്പോസ്തോലന്മാർ കയറി വന്നവരെ നീ പരീക്ഷിച്ച് തെളിയിച്ച് പുറത്താക്കുന്ന അനുഭവം നിനക്കുണ്ട്. അതെല്ലാം നല്ല ഗുണകരമായ കാര്യങ്ങളാണ്. ഇത് പറയുകയാണ്. പക്ഷെ നിനക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നത്?
എന്നാൽ നിൻ്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞിരിക്കുന്നു എന്നൊരു കുറ്റം നിനക്ക് കാണാൻ. എന്തോ ശക്തമായ പ്രബോധനമാണ് പറയുന്നത്. കാരണം നിൻ്റെ ഗുണം മാത്രമേ ആദ്യം പറയാനുള്ളൂ. നീ ഉത്സാഹമായിട്ട് പ്രവർത്തിക്കുന്നു, നീ തളർന്നു പോകാതെ പ്രവർത്തിക്കുന്നു, നീ കള്ള ഉപദേഷ്ടാക്കന്മാർ വന്ന് അവരെ പുറത്താക്കുന്നു, നീ പാപത്തോട് ചേരാതെ അവിടുന്ന് വേർപെട്ട് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണസവിശേഷതകൾ എഫേസസ് സഭയിൽ നിനക്കുണ്ട് കേട്ടോ. പക്ഷെ നിനക്കൊരു കുഴപ്പമുണ്ട്, ആദ്യ സ്നേഹം വിട്ടിരിക്കുകയും. നമുക്ക് ആദ്യ സ്നേഹം വിട്ടുപോയോ? അപ്പം ഞാൻ ഈ ആദ്യ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ആദ്യ സ്നേഹം എന്താണ് എന്നൊരു ചിന്ത വരും. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ അല്ലെങ്കിൽ പിന്നുള്ള അവസ്ഥ, ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് വാസ്തവമായിട്ട് രക്ഷിക്കപ്പെടുന്നത്. ആ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെയാണ് അഭിഷേകം പ്രാപിക്കുന്നത്. ആ സമയം തന്നെ എഫേസൂസിലെ സഭയെ സ്നാനപ്പെടുത്തിയപ്പോൾ തന്നെ അഭിഷേകം കിട്ടിയെന്ന് പറയുന്ന പോലെ തന്നെ മാനസാന്തരം, പാപത്തെ ഓർത്ത് വിലപിച്ച് പാപത്തിൻ്റെ മോക്ഷത്തിനായി പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അഭിഷേകം പ്രാപിച്ചു. അത് കഴിഞ്ഞ് ദീർഘനാളുകൾക്ക് ശേഷം ഞാൻ സ്നാനപ്പെടുന്നത്. അപ്പോൾ ഈ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്നിലൊരു വലിയ മാറ്റം ഉണ്ടായി. ഞാൻ ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി തൊട്ട് ഡിഗ്രിയുടെ ഫൈനൽ ഇയർ വരെയുള്ള എല്ലാ കുട്ടികളെ കണ്ടാലും ഞാൻ അവരോട് ഇടപെടും. കാരണം ഞാൻ പാർട്ടിയുടെ ലീഡറാണ്, എല്ലാവരോടും ഇടപെടും. എന്നാൽ ഒരു സ്റ്റാൻഡേർഡുണ്ട്. ഒരു എൻ്റേതായ രീതിയിലുള്ളവരോട് മാത്രം ഞാൻ പേഴ്സണലായിട്ടുള്ള നിലയിൽ ഇടപെടും. അത് സമൂഹത്തിലാണെങ്കിലും എനിക്ക് ഞാൻ ബ്രാഗ് ചെയ്യാൻ പറയല്ല, എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്നത് വീണ്ടും ഒന്ന് ഓർപ്പിക്കും. ഞാൻ 2-3 പ്രസ്ഥാനങ്ങളുടെയൊക്കെ ലീഡർഷിപ്പ് എനിക്കുണ്ടായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ റാന്നി നിയോജക മണ്ഡലം സെക്രട്ടറി, കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ പ്രായം 21 ആയപ്പോൾ ഞാൻ പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സെക്രട്ടറിയാണ്. കോളേജിലെ അതിൻ്റെ യുവജന ഭാഗത്തിൻ്റെ സെക്രട്ടറി, സമുദായത്തിൻ്റെ റാന്നിലെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സമുദായം മൊത്തത്തിലുള്ള എൻ്റെ ചുമതലയുണ്ട്. ഇങ്ങനെ ബാലൻ സഖ്യം എന്ന് വേണ്ട എല്ലാ പൊതുപ്രവർത്തനങ്ങളുടെയും ഒരു ലീഡറായിട്ട് പോകുന്ന കാലം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്സ് വലയവും എനിക്കുണ്ട്. ഇടപെടുന്ന രീതിക്കും അതുണ്ട്. എന്നാൽ കോളേജിൽ ചെന്നാൽ ഇലക്ഷന് നിൽക്കും, പാർട്ടിയുടെ പ്രചരണത്തിന് പോകുമ്പോൾ എല്ലാ വീടുകളിലും പോവും, ഇലക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ നമ്മുടെ പാർട്ടിക്ക് വോട്ട് തരണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിലുള്ള മിക്കവാറും വീടുകൾ എനിക്കറിയാം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞ ആദ്യത്തെ ദിവസം എനിക്ക് തോന്നി ഞാൻ ഇടപെടുന്ന പല കാര്യങ്ങളും വില കുറഞ്ഞതാണ്. രാഷ്ട്രീയത്തോട് എനിക്കൊരു വെറുപ്പ് തോന്നി. എൻ്റെ സ്റ്റെപ്പ് പുറമോട്ട് മാറാൻ തുടങ്ങി. ഞാൻ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിന്ന് സെക്രട്ടറി സ്ഥാനം ഒന്നും ഉടനെ കളഞ്ഞില്ല, പക്ഷേ എനിക്ക് അതിനകത്തോട്ട് ഇടപെടാൻ വലിയ മടി. അതൊക്കെ വില കുറഞ്ഞ കാര്യമാണെന്നൊരു തോന്നൽ. അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ ജംഗ്ഷനിലോട്ടൊക്കെ പോകുമ്പോൾ ചുമട്ട് തൊഴിലാളികൾ ഇതുപോലെയുള്ളവരുണ്ട്, അവരോട് കൂടെ നടക്കും. എന്നിട്ട് ഒരു പഴുത് കിട്ടുമ്പം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന് പറയാനുള്ള വലിയ വ്യഗ്രത. ഏത് ലീഡറാണെന്ന് തോന്നിയാലും അവനെ കണ്ട് സംസാരിച്ച് ഒരു പഴുത് കിട്ടുമ്പോൾ യേശുവിനെക്കുറിച്ച് പറയാനുള്ള വ്യഗ്രത. ഏത് സാഹചര്യം കിട്ടിയാലും ഞാൻ ആദ്യം താമസിയാതെ നാഗാലാൻഡ് ഞാൻ ഒരു അധ്യാപകനായിട്ട് പോയി, കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് 4 പേരെ കിട്ടിപ്പോയോ സുവിശേഷം പറഞ്ഞിരിക്കും. അത് കത്തോലിക്കയിലെ അച്ഛന്മാരായാലും കുഴപ്പമില്ല, അവരുടെ ബ്രദേഴ്സ് കത്തോലിക്ക സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അവരോടായാലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന ഏവനോടും സുവിശേഷം പറയും. അപ്പോൾ എന്നെ കളിയാക്കി ചിലർ അന്നത്തെ ഒരു റേഡിയോയിൽ എപ്പോഴും സുവിശേഷം പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞ് എൻ്റെ പേര് പറയും, ഞാനിങ്ങനെ പറയുന്ന ആളായതുകൊണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ആദ്യ സ്നേഹം. ആ ആത്മാവെന്നിലേക്ക് രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പാർട്ടിയുടെ ഒതുക്കത്തിൽ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ സമുദായത്തിലുള്ള നേതൃത്വത്തിൽ ഒതുങ്ങിയിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം വന്നു. ഏതവനെ കണ്ടാലും സുവിശേഷം പറയണമെന്നുള്ള അതിയായ മോഹം എന്നിലേക്ക് അങ്കുരിച്ചു. ആദ്യ സ്നേഹം. ആ തീഷ്ണത ഇന്ന് എനിക്കുണ്ടോ? എനിക്ക് കുറവുണ്ട്. അന്ന് ഞാൻ പറഞ്ഞതുപോലെയുള്ള തീഷ്ണമായ രീതിയിൽ ആ വ്യഗ്രതയോടുകൂടി ഇന്ന് ഞാൻ പറയാൻ മടിക്കുന്നെങ്കിൽ എന്നിലെ ആദ്യ സ്നേഹത്തിന് കുറവ് പറ്റി. നിങ്ങളുടെ പാസ്റ്റർ ആദ്യ സ്നേഹത്തിന് കുറവ് വന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾക്ക്
എക്സാമ്പിളായിട്ട് ചിന്തിക്കാം. നിങ്ങൾ വീണ്ടും ജനനത്തിലേക്ക് വന്ന ആദ്യ സമയത്ത് യേശുവിന് വേണ്ടി മരിക്കാൻ വ്യഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതുപോലെയുള്ള തീഷ്ണമായ ആ താല്പര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഈ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയതുപോലെ കർത്താവിന് പറയാനുണ്ടോ, നിൻ്റെ ആദ്യ സ്നേഹം കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറഞ്ഞുവെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നേ? ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പം നിൻ്റെ നിലവിളക്ക് നീക്കും, സൂക്ഷിക്കണം, നീ മാനസാന്തരപ്പെടണമെന്ന് പറയാം. എന്നിട്ട് അതിൻ്റെ 7-ാം വാക്യം, അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. നിക്കോല്യരുടെ നിക്കലോവിയരുടെ നടപ്പ് നീ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു എന്നൊരു ഗുണം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞിട്ട് പറയാം, ഇങ്ങനൊരു ഗുണം കൂടെ പിന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളും യേശുവും തമ്മിലുള്ള വ്യത്യാസം, നമ്മളൊരുത്തനെ ശകാരിക്കാൻ തുടങ്ങിയാൽ ശകാരവർഷമായിരിക്കും, പിന്നെ ഗുണമൊന്നും മിണ്ടത്തില്ല, തിന്മ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നന്മ ആദ്യം പറയുന്നു, തിന്മയുള്ളത് സൂചിപ്പിക്കുന്നു, എന്നിട്ട് വീണ്ടും നിനക്ക് ഇങ്ങനൊരു നന്മയുണ്ട്, നിക്കലോവിയരുടെ നടപ്പ് നീ പായിക്കുന്നു. എന്താണ് ഈ നിക്കലോവിയരുടെ നടപ്പ്? കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 7 പേരെ തിരഞ്ഞെടുത്തു. സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കേരോക്കോസ്, നിക്കാനോർ, തീമോൻ, പർമേനാസ്, 6 പേര്. യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോളാവാസ്. ഈ നിക്കോളാവാസിനാൽ ആരംഭിച്ച ഒന്നാണെന്നാണ് യൂസിഫസ് അതുപോലെയുള്ള സഭാ നേതാക്കന്മാരുടെ അഭിപ്രായം. ഈ നിക്കലോവിയരുടെ ഉപദേശം അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു വേഷവിധാനവും ഒക്കെ വേണം നടത്തുന്ന ശുശ്രൂഷകന്. അതുപോലെ ഒരു പ്രത്യേകത, ഒരു പട്ടക്കാരനെന്നൊക്കെ പറയില്ലേ, പുരോഹിതൻ, ആ രീതിയും അന്മയികൾക്കൊരു വ്യത്യാസവും വരണമെന്നുള്ള ഒരു ചിന്താ തരംഗമാണ് ഈ നിക്കോളിയവരുടെ ഉപദേശം എന്ന് പറയുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല, യൂസിഫസ് അതുപോലെയുള്ള പഴയ സഭാപിതാക്കന്മാരുടെ അഭിപ്രായമാണ്. ഈ നിക്കോളാവാസാണ് അല്ലെ നിക്കോളാസാണ് ഇത് തുടങ്ങിയതെന്നും അവരുടെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നുവെന്നും പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീരുണ്ട്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ പാടില്ലെന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ ഉദ്ദേശം. യേശുവിൻ്റെ ഉദ്ദേശം അതാണ്. ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു അന്മേയർ എന്നുള്ള വ്യതിയാനം വേണ്ട, സഭയിലുള്ള എല്ലാവരും തത്തുല്യരാണ് എന്നുള്ള പഠിപ്പിക്കലാണ് ഈ എഫേസ്യർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മളെ കംപ്ലീറ്റ് ആവർത്തന പുസ്തകം എടുത്ത് ഞാൻ അവിടെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ, കർത്താവിൻ്റെ ഉദ്ദേശം നിങ്ങളെ സമ്പൂർണ്ണമായിട്ട് പരിരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നത്. ആവർത്തന പുസ്തകം 23:14. ആവർത്തനം 23, ഡ്യൂട്രോണമി 23:14. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകരാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായി തീരണം. അപ്പം നിന്റെ പാളയം എന്ന് പറയുമ്പോൾ അവിടെ 2 അർത്ഥത്തിൽ പറയാം. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതം എന്ന പാളയം, കുടുംബം എന്ന പാളയം, സഭ എന്ന പാളയം. ഇവിടെയെല്ലാം വിശുദ്ധിയുടെ മാനദണ്ഡം കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ നമ്മുടെ ഒരു പുണ്യപ്രവൃത്തിയുടെയും ആവശ്യമില്ല. നമ്മൾ റോമാലേഖനത്തിൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 2:9 പറയുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തികളാൽ അല്ല, വിശ്വാസത്താൽ, ക്രിസ്തയേശുവിൻ്റെ ക്രൂശീകരണത്തിലെ യാഗത്താൽ നമുക്ക് സൗജന്യമായ രക്ഷ ലഭിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ എഫേസ്യ ലേഖനം 2 പ്രവൃത്തി 10 പറയുന്നത്, എഫേസ്യർ 2:10 അതിൽ പറയുന്നത് രക്ഷിക്കപ്പെട്ടത് സൽപ്രവൃത്തിക്കായിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷയിലേക്ക് ദൈവം നയിക്കുന്നത് സൽപ്രവൃത്തി ചെയ്യാനാണ്. സൽപ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തി സൽപ്രവൃത്തിയിൽ മുന്നേറണം. അപ്പോൾ നമ്മൾ ഒരു 100 ഗുണങ്ങൾ ചെയ്തു, സൽപ്രവൃത്തി രക്ഷിക്കപ്പെടുമോ? ഇല്ല. ആ രക്ഷിക്കപ്പെട്ടതിന് ഒരു വാല്യൂ ഇല്ല, അതെല്ലാം പൂജ്യങ്ങളാണ്, 100 പൂജ്യം. എന്നാൽ നമ്മൾ രക്ഷദാനമായിട്ട് ലഭിക്കുന്നുവെന്ന് വിശ്വാസത്താൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ
അതുവരെ വിലയില്ലാതിരുന്ന പൂജ്യങ്ങൾക്ക് വില വരുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടത് ഒരു ഒന്നാണെങ്കിൽ ആ 100 സൽപ്രവൃത്തി പിന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 100 പൂജ്യം കൂടെ വരുന്നത്. എണ്ണമില്ലാത്ത അതിശ്രേഷ്ഠമായ തുകയായി അത് മാറുക, നമ്പറായി മാറുന്നു. അപ്പം നമ്മളെ സൽപ്രവൃത്തികളാൽ നമുക്ക് രക്ഷിക്കപ്പെടാനൊക്കത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ചെയ്യണം എന്ന് അവിടെ നമ്മളോട് അനുശാസിക്കുകയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 19:8 വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവരുടെ വിശേഷ വസ്ത്രം നീതിപ്രവൃത്തികളാണെന്ന്. അവരുടെ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ നല്ല പ്രവൃത്തികളാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകം 14:13 പറയുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തി നമ്മെ പിന്തുടരുന്നു. നമ്മൾ ചെയ്ത പ്രവൃത്തി സൽപ്രവൃത്തികളാണെങ്കിൽ അത് നമ്മളെ പിന്തുടരുന്നു. അതുപോലെ 1 Corinthians 3:14 എടുത്തേ. 1 Corinthians chapter 3 verse 14. ആമേൻ. അപ്പോൾ സൽപ്രവൃത്തിക്ക് നിശ്ചയമായിട്ട് പ്രയോജനമുണ്ട്. എപ്പോഴാണ്? വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതൽ. എന്നാൽ വീണ്ടും ജനനം പ്രാപിക്കാതെ എത്ര സൽപ്രവൃത്തി ചെയ്താലും സ്വർഗത്തിൽ അത് എത്തിക്കുന്നില്ല, അത് നീതിയായി കണക്കിടുന്നില്ല. അതുപോലെ നമ്മൾ തീത്തോസിൻ്റെ ലേഖനം 2:14 പറയുന്നുണ്ട്, നാം സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരും ഉത്സാഹികളും മുമ്പന്മാരുമായിരിക്കണമെന്ന്. സൽപ്രവൃത്തി ചെയ്യുന്നത് മുൻപന്മാരായിരിക്കണം, അതിലൊക്കെ നമ്മൾ ഉള്ളവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിലെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് 25-ാം അധ്യായത്തിൽ, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. കർത്താവ് പറയാണ്, ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കാണാൻ കഴിഞ്ഞില്ല, കണ്ടില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം കിട്ടാനില്ല. അപ്പോൾ കർത്താവ് ഇവർ പറയുക, അയ്യോ ഞങ്ങൾ കർത്താവ് നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം നിങ്ങൾ എനിക്ക് ചെയ്യാതെയിരുന്നു. കർത്താവ് ഇന്ന് ലിറ്ററലി തൻ്റെ ശരീരത്തിൽ ഇവിടെ വന്ന് തനിക്ക് ഇത് വേണം അത് വേണം ശുശ്രൂഷ വേണമെന്നും പറഞ്ഞില്ല. എന്നാൽ അത് അർഹിക്കുന്ന വ്യക്തികൾക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു ആഹ്വാനം സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ടോളറൻസ്, ഇവരുടെ ഒരു ഗുണം പറയുകയാണ്, നിങ്ങൾക്ക് ടോളറൻസ് ഉണ്ട്, സഹിഷ്ണുത. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ കഷ്ടം വന്നിട്ട് അതിനെ സഹിച്ചുകൊണ്ട് സർവൈവ് ചെയ്യുന്നതിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. വേദന വന്നു, ആ വേദന സഹിച്ചുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കുക, അല്ലെ നിൽക്കുന്ന, അതിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. വളരെ ഈസി ഗോയിങ് ആയിട്ടല്ല. പ്രൈസ് ദ ലോർഡ്. അതുപോലെ 1 പത്രോസ് എഴുതിയ 1-ാം ലേഖനം എടുത്തേ. 1 Peter chapter 2 verse 4. 1 പത്രോസ്. മനുഷ്യർ തല്ലിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ പ്രസാദമുള്ള ആത്മീയാൻ കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ ഈ നിക്കോളോവരുടെ ഉപദേശത്തെ ഞാൻ പകയ്ക്കുന്നു എന്ന് കർത്താവ് പറയാൻ കാരണം, ഒരു പ്രത്യേക പുരോഹിതവർഗം ഇല്ല. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിതവർഗം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലുകളാണ് നാം. ഹല്ലേലൂയ. നമ്മൾ ജീവനുള്ള കല്ലുകളാണ്, നമ്മുടെ പുരോഹിത വർഗമാണ്. അതുകൊണ്ടൊരു പുരോഹിതൻ പ്രത്യേകം വച്ചൊരു സഭയുടെ ആവശ്യത്തിന് അതിലില്ല. നാം എല്ലാം പുരോഹിത വർഗമാണ്. ഒരു അന്മേയി പുരോഹിതൻ എന്നുള്ള വേർപാട് സഭയിൽ ഇല്ല എന്നുള്ള പഠിപ്പിക്കലാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുത്തനെ വിളിച്ചാൽ അധികാരത്തോടെ അവരെ ഭരിക്കാനല്ല, പിന്നെയോ മാതൃകയായിട്ടിരിക്കാനാണ് എന്നാണ് അപ്പോസ്തലന്മാർ ശ്രേഷ്ഠനായ പത്രോസ് പറയുന്നത്. എടുത്താട്ടെ 1 പത്രോസ് 5:3. 1 Peter chapter 5 verse 3. ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ തത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുകയും. അപ്പോൾ ആട്ടിക്കൂട്ടത്തിന് മാതൃകയുള്ളവരായിട്ട് അധ്യക്ഷത ചെയ്യുക,
അല്ലാതെ അവരെ ഭരിച്ച് വാഴുക എന്നുള്ള അർത്ഥത്തിലല്ല, അവർക്ക് മാതൃകയായിട്ടിരിക്കുക എന്നുള്ളതാണ് സഭയിൽ ലീഡർഷിപ്പിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ള സ്പഷ്ടമായ പഠിപ്പിക്കൽ ഈ നിക്കോളോവരുടെ ഉപദേശത്തെ നീ വെറുക്കുന്നു, അത് ഞാനും വെറുക്കുന്നു എന്ന് പറഞ്ഞ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് കർത്താവ് അതിനെ സ്ഥാപിക്കുന്നു. നമ്മൾ സഭയുടെ ന്യൂനതകൾ 4-ാം വാക്യത്തിൽ കണ്ടു. അതെന്താണ്? നിൻ്റെ ആദ്യ സ്നേഹം വിട്ടിരിക്കുന്നു, നീ അത് എന്തൊന്നിൽ കുറവുള്ളവനായി തീർന്നു എന്ന് അറിഞ്ഞ് മാനസാന്തരപ്പെടുക. അതുപോലെ ഫിലിപ്പിയർ 1:10 പറയുന്നുണ്ട്, നമ്മൾ നിർമ്മലരായിരിക്കണം, ഇടർച്ചയില്ലാത്തവരായിരിക്കണം, നിർമ്മലതയുള്ളവരായിരിക്കണം, ക്ലീൻ ഹാർട്ട്, നിർമ്മലത ഉള്ളവരായിരിക്കണം. അതുപോലെ കൊലോസ്യർ 1:2-22 പറയുന്നുണ്ട്, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽപ്പാൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു. നിഷ്കളങ്കർ, നിർമ്മലർ, കുറ്റമില്ലാത്തവർ, ഈ അവസ്ഥയിലേക്കാകുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ 2 കൊരിന്ത്യർ 11:3 വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസിൻ്റെ പേടി ഇതാണ്, നിഷ്കളങ്കതയും നിർമ്മലതയും വിട്ട് മാറിപ്പോകുമോ വിശ്വാസി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭയം. അപ്പോൾ ഒരു സഭയിലുള്ള വിശ്വാസിയിൽ നിന്ന് കർത്താവ് ഇച്ഛിക്കുന്നതും അപ്പോസ്തലനായ പത്രോസ് കാംക്ഷിച്ചതും എന്താണ്? നിഷ്കളങ്കതയും നിർമ്മലതയും ഉള്ളവരായിരിക്കണം. 1 യോഹന്നാൻ 3:18 പറയുന്നുണ്ട്, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഒരുപാട് വാദം അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പം നമ്മളെന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? ശത്രുവിനെ ജയിക്കുക, ലോകത്തെ ജയിക്കുക, പാപത്തെ ജയിക്കുക, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക. ഇതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്? ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ തരും. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാനുള്ളത് വിലക്കിയത് എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തി 3 അല്ല, ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അവർ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം തിന്ന നാളിൽ ദൈവം അവനെ പുറത്താക്കി. കാരണം ഇത് തിന്നാൽ ഇത് തിന്നേച്ച് വീണ്ടും ജീവൻ്റെ ഫലം, വൃക്ഷഫലം തിന്നാൽ മരണം ഉണ്ടാകത്തില്ല, പക്ഷേ ജീവകാലം മുഴുവൻ പാപത്തിൽ നിലനിൽക്കും. മരണം ഉണ്ടെങ്കിൽ മാത്രമേ നീക്കുപോക്ക് വരുത്തുവാൻ പിന്നീട് കഴിയുകയുള്ളൂ. തിന്നുന്ന നാളിൽ മരിക്കണം, മരിച്ചില്ലെങ്കിൽ പാപത്തിൽ ഇവർ നിലനിൽക്കും, ജീവിക്കും. അപ്പം ഏതിൽ നിന്ന് പുറത്താക്കിയത് ഒരു ശിക്ഷയാണോ അതോ ഒരു കരുണയാണോ? ആദമവ്വമാരെ ദൈവം ഏതിനിൽ നിന്ന് പുറത്താക്കിയത് കരുണയാണോ അതോ ക്രൂരതയാണോ? കരുണയാണ്. കാരണം അവിടെ തന്നെ നിൽക്കാൻ അനുവദിച്ചാൽ ഇവർ വീണ്ടും പാപം ചെയ്തേച്ച് ജീവൻ്റെ ഫലവും തിന്ന് മരണമില്ലാതെ പാപികളായിട്ട് നിലനിൽക്കും. എന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ള കൽപ്പന അനുസരിച്ച് മരിക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നതുകൊണ്ട് അതിനൊരു പരിഹാരം കൊണ്ടുവന്നാൽ ഇവന് വീണ്ടും എന്ത് ചെയ്യാം? ജീവവൃക്ഷത്തിൻ്റെ ഫലം പിന്നെയും തിന്നാം. അതുകൊണ്ടാണ് നമ്മൾ പലയിടത്ത് കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമാണ് പാരഡൈസ് അല്ലെങ്കിൽ പറുദീസ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സിംബോളിക്കായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവവൃക്ഷം. ഈ ജീവവൃക്ഷം ക്രിസ്തുവിനെ കാണിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിനെ അംഗീകരിക്കുന്ന വ്യക്തിക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് തിന്നാൻ ലഭിക്കുന്നത്, നിത്യജീവനിലേക്കുള്ള വഴി. ഈ ജീവവൃക്ഷത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 2:7 പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 22:2 പറയുന്നുണ്ട്, അതുപോലെ വെളിപ്പാട് പുസ്തകം 4:19 പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിൽ വെളിപ്പാട് പുസ്തകം 22:2 മാത്രം ഒന്ന് വായിച്ചാട്ടെ. ജീവവൃക്ഷമുണ്ട്, അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വിഷത്തിന്റെ ഇല്ല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ശാപത്തിൽ നിന്ന് നമ്മെ വിമുക്തമാക്കിയത് കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ ക്രൂശി മരണമാണ്. അവനെ അംഗീകരിച്ച് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന വ്യക്തികൾക്ക് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കർത്താവ് ഇടയാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ എഫേസസിലെ സഭയ്ക്ക് അനേക ഗുണങ്ങളുണ്ട്. ഒന്ന്, കർത്താവിന് വേണ്ടി പ്രയത്നം ചെയ്യുന്നവരാണ്. അവർ കഷ്ടപ്പെട്ട് പ്രയത്നം ചെയ്യുന്നവരാണ്. അവർ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, പ്രതിസന്ധികൾ അവർ തളർന്നുമില്ല എന്നവരെക്കുറിച്ച് പറയുന്നു. കൊള്ളരുതാത്തവരുടെ പ്രവൃത്തി അവർ സഹിച്ചില്ല.
ദേ കുഡ് നോട്ട് ബി ടോളറൻറ്റ് ടു ഇത് സിൻഫുൾ തിങ്. അതുപോലെ കള്ള ഉപദേഷ്ടന്മാരെ അവർ അകറ്റി നിർത്തി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമനിമിത്തം അവർ കഷ്ടം സഹിച്ചു. നിക്കിലോവരുടെ നടപ്പ് അവർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അതിനോട് എതിർത്ത് നിന്നു. പാപത്തോട് അവർ പോരാടി. ലോകത്തോട് അവരെതിർന്ന് നിന്നു. പിശാചിനോട് അവരെതിർത്ത് നിന്ന് ജയിച്ചു. പക്ഷേ കർത്താവ് പറയുന്നു, എങ്കിലും ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നിൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എൻ്റെയും നിങ്ങളുടെയും ആദ്യ സ്നേഹം നമ്മിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യ സ്നേഹത്തിൻ്റെ ആരംഭം, നിങ്ങൾക്കൊക്കെ അതുപോലൊരു ആരംഭമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ആ രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിന് വേണ്ടി എങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നോ, ജീവൻ വെക്കാൻ വരെ കൊതിയായിരുന്നോ, ആ നിലപാടിൽ നിന്ന് നമ്മൾ തരം താണെങ്കിൽ നമ്മൾ പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം, എന്നാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ തരുമെന്നാണ്. ഹല്ലേലൂയ. ആകയാൽ നമുക്ക് മാനസാന്തരപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ.